സ്വാഗതം. ഇനി നമ്മളൊരു പോകാൻ പോകുന്നത് ഒരു ഗണപതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രമാണ്. നമ്മൾ ദുർഗാ പരമേശ്വരി അമ്പലം പോയി തൊഴുതിട്ട് വന്നു. പിന്നെ അടുത്തത് പോയത് ഗണപതി അമ്പലത്തേക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് ഉടുപ്പി കൃഷ്ണൻ്റെ അമ്പലത്തിലാണ്. ഇതിപ്പോൾ വിനായകൻ്റെ അമ്പലത്തിലുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടുത്തെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് പോകുന്ന വഴി നല്ല ഭംഗിയില്ലേ കാണാൻ. ശരിക്കും നാട് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നാട്ടിലെ കാഴ്ചകൾ പോലെ തന്നെ ആ ഏരിയയൊക്കെ അതുപോലെ ഇരിക്കണം. ഈ അമ്പലവും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടുത്തെ ഓരോ അമ്പലവും നല്ല രസമുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അവിടെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നിരിക്കുക. പാർക്ക് ചെയ്യേണ്ട എനിക്ക് അമ്പലത്തിൻ്റെ ആ ഉള്ളിലത്തെ ഭാഗമൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം നല്ലോണം തിരക്കുണ്ടായിരുന്നു. ജസ്റ്റ് അവിടുത്തെ പുറത്തെ കാഴ്ചകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. നമ്മുടെ പഴയ കൂട്ടുകാരോട് എല്ലാവരും ഹൈപ്പടിക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഹൈപ്പടിച്ച് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇതാണ് പാർക്കിംഗ് ഏരിയ. നല്ലോണം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഭാഗത്തൊന്നും പോയി എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ ഭാഗം. ബുദ്ധ ശ്രീ വിനായക ടെമ്പിൾ പേര്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കാണുക, മുഴുവനായിട്ടും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ. ആ ഭാഗത്ത് പൂജാ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്ന സ്ഥലമാണ് അവിടെ ഓപ്പോസിറ്റ് കണ്ടത്. നമ്മളിങ്ങനെ പുറത്തുനിന്ന് മാത്രമേ എടുത്തുള്ളൂ, അതിൻ്റെ അകത്ത് കയറിയൊന്നും എടുത്തില്ല. അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ബൈ ബൈ.